എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 7-ം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും റേഷൻ അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യം ഇന്ന് ചേർന്ന കളക്ടർമാരുടെ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ, നമ്മുടെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും ഇളവുകളും എന്തെല്ലാം എന്ന് നോക്കാം. ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ജിമ്മുകളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയും അതോടൊപ്പം തന്നെ ഹോട്ടലുകൾക്ക് 9:30 വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയുമാണ് ഇളവായി ലഭിച്ചിട്ടുള്ളത്. പിന്നെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാം. അതിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ വേണം എന്നുള്ളതാണ്. APCD സമ്പ്രദായം വീണ്ടും തുടരുന്നതായിരിക്കും. സോണുകളാക്കി തിരിച്ചതിലെ TPR റേറ്റിൽ വീണ്ടും കുറവ് വരുത്തിയിട്ടുണ്ട്. 5, 10, 15, 15+ അങ്ങനെ ആക്കിയിട്ടുണ്ട്. നിലവിലുള്ള ഇളവുകൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയങ്ങൾക്കും ജിംനേഷ്യങ്ങൾക്കും തുറക്കാം. ഒരേ സമയം 20 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക. AC പ്രവർത്തിക്കരുത് എന്നാണ് നിർദ്ദേശം. വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇളവ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹോട്ടലുകൾക്കും ഹോം സ്റ്റേകൾക്കും തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. പ്രവേശനം വാക്സിൻ സ്വീകരിച്ചവർക്കും RT-PCR സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമായിരിക്കും. നിയന്ത്രണങ്ങൾ പുനഃക്രമീകരണങ്ങളും. TPR 15-ന് മുകളിലുള്ള പ്രദേശങ്ങളെല്ലാം കടുത്ത നിയന്ത്രണങ്ങൾ തുടരും. അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരിക്കും. മറ്റൊരു ഇളവ് ഹോട്ടലുകൾക്കാണ്. TPR 1 മുതൽ 10 വരെ, അതായത് A-B സോണുകളിൽ പെടുന്ന സ്ഥലങ്ങളിൽ രാത്രി 9:30 വരെ ഹോട്ടലുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാക്കാം. മറ്റൊരു ഇളവ് സർക്കാർ ഓഫീസുകൾക്കാണ്. A-B സോണുകളിൽ പെടുന്ന സർക്കാർ ഓഫീസുകളിലെ എല്ലാ ജീവനക്കാർക്കും ഓഫീസുകളിൽ ചെല്ലാവുന്നതാണ്. C സോണിൽ പെടുന്ന ഓഫീസുകൾ 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാവുന്നതാണ്. D സോണിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരിക്കും. അവിടെ സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരിക്കും. ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ മാറ്റമില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ ബാങ്കുകൾ പ്രവർത്തിക്കുമെങ്കിലും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കിയാൽ 14,373 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് പുതുതായിട്ട് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്, 2110 ആണ്. രണ്ടാമത് കൊല്ലം ജില്ലയിലാണ് 1508 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,820 സാമ്പിളുകളാണ് പരിശോധിച്ചത്. TPR റേറ്റ് 10.9 10-ന് മുകളിൽ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ SSLC വിദ്യാർത്ഥികളുടെ റിസൾട്ട് ജൂലൈ 15-ാം തീയതി വരുന്നു എന്നുള്ളതാണ്. ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ലെങ്കിലും ജൂലൈ 15-ാം തീയതി തന്നെ SSLC റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ റിവ്യൂകൾ നോക്കാറുണ്ട്. ആ സാധനം എങ്ങനെ ഉണ്ട് എന്നുള്ള റിവ്യൂകൾ നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം റിവ്യൂകൾ വ്യാജമായി താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു സാധനം നമ്മൾ നല്ലതാണോ എന്ന് കണക്കാക്കുന്നത് താഴെ കസ്റ്റമേഴ്സ് എഴുതിയിട്ടുള്ള റിവ്യൂകൾ, അവരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടായിരിക്കും. പക്ഷേ അതിലും വഞ്ചനയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകൾ തന്നെ വ്യാജ കസ്റ്റമർ റിവ്യൂകൾ എഴുതിയിട്ട് ഇത് വാങ്ങുന്ന ആളുകളെ പറ്റിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു സാധനം വാങ്ങുന്ന ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് കേരള പോലീസ് അറിയിക്കുന്നത്. ഇനി റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, നാളെ റേഷൻ കട പ്രവർത്തിക്കുന്നതല്ല. ജൂലൈ മാസത്തെ റേഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ ക്രമീകരണങ്ങൾ നടത്തുന്നതിനാൽ ബുധനാഴ്ച ദിവസം 7-ാം തീയതി ബുധനാഴ്ച ദിവസം റേഷൻ കട അവധിയാണ്. അപ്പോൾ നിങ്ങളാരും റേഷൻ കടയിൽ നാളെ പോവേണ്ടതില്ല. വ്യാഴാഴ്ച ദിവസം ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതാണ്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നാളെയും അത് സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവസാന അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.